സൂര്യ, ജരാനരകളെ തോൽപ്പിച്ച അദ്ദേഹം ഈ തപോഭൂമിയിലെ ഞങ്ങളുടെയെല്ലാം പരമഗുരുവാണ്. ക്രിയായോഗയുടെ അത്യുന്നതയിൽ എത്തി അമരത്വം സിദ്ധിച്ച മഹായോഗിയാണ് അദ്ദേഹം. വൃദ്ധതാപസൻ പറയുന്നത് ശ്രവിച്ചുകൊണ്ട് തിളങ്ങുന്ന യുവത്വം കൈവിടാത്ത ആ യോഗിയെ ആശ്ചര്യത്തോടെ സൂര്യൻ തിരുമേനി നോക്കി നിന്നു. ആ താപസന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാവാതെ അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ടാകുമെന്നവൻ മനസ്സിൽ ചിന്തിച്ചുപോയി. കുറഞ്ഞത് 2050 വയസ്സിനും മേലുണ്ടാകുമെന്ന് കരുതുന്നു. എന്റെ ഓർമ്മകൾ തുടങ്ങുന്ന കാലം മുതലേ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ഇതുതന്നെ. തന്റെ മനസ്സ് വായിച്ചറിഞ്ഞ ആ താപസനിൽ നിന്ന് ഞെട്ടലോടാണ് സൂര്യൻ കേട്ടത്. 2050 വയസ്സോ? അപ്പോൾ അങ്ങേക്കോ? അടക്കാനാകാത്ത ആകാംക്ഷയിൽ സൂര്യന് അദ്ദേഹത്തിനോട് ചോദിക്കാതിരിക്കാനായില്ല. എനിക്കിപ്പോൾ 780 വയസ്സുണ്ട് സൂര്യ. എന്തിനാണ് അനാവശ്യ ചോദ്യങ്ങൾ? ക്രിയായോഗയിലൂടെ അമരത്വം സിദ്ധിച്ച തപോഭൂമിയിലെ മഹാഗുരുക്കന്മാർക്ക് മരണമില്ല. ശരീരം ദുർബലമാകുന്ന വേളയിൽ ഞങ്ങൾ ആരോഗ്യമുള്ള ശരീരത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം അല്ലെങ്കിൽ പരകായ വിദ്യ ചെയ്ത് യുവാക്കളാകാറുണ്ട്. ആ മഹാവിദ്യ പഠിക്കുവാനും അമരനാകാനുമാണ് ഭൈരവൻ ശ്രമിക്കുന്നത്. പക്ഷേ ഭൂമിയുടെ സത്യമായ ആ ഗ്രന്ഥം അവന് കൈക്കലാക്കുവാൻ കഴിഞ്ഞില്ല. പതിഞ്ഞ ശബ്ദത്തിൽ വീണ്ടും അദ്ദേഹം തുടർന്നു. അദ്ദേഹം സാകാര ലോകത്തിലൂടെയും വൈഷ്ണവ ലോകത്തുകൂടിയും ഇന്ദ്രലോകത്തുകൂടിയുമുള്ള യാത്ര കഴിഞ്ഞുള്ള വരവാണ്. ജീവനുള്ള മനുഷ്യർക്ക് ഒരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയാത്ത യമലോകത്തും സർപ്പലോകത്തും ഗുരുജി പോകാറുണ്ട്. ആ മഹാഗുരുവിനു മുന്നിൽ ഭയഭക്തിയോടെ സൂര്യൻ നിന്നു. ചുണ്ടുകളിൽ നിറഞ്ഞ ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെ ഗുരുജി വായുവിലൂടെ ഒഴുകി. ഒടുവിൽ ആ ഹോമകുണ്ഡത്തിനരികിലെത്തി. ഹോമാഗ്നിയിലേക്ക് പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന സന്യാസിമാരുടെ യോഗനയനങ്ങൾ തുറന്നു. അവർ എല്ലാവരും അദ്ദേഹത്തിന്റെ പവിത്ര പാദങ്ങളിൽ നമസ്കരിച്ചു. ചന്ദനത്തിന്റെ സൗരഭ്യം അവിടാകെ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് ഗുരുജിയുടെ കണ്ണുകൾ സൂര്യന്റെ നേരെ പതിച്ചു. ആ നയനങ്ങളിൽ വാത്സല്യം ഒളിപ്പിച്ചിരുന്നു. സൂര്യൻ അദ്ദേഹത്തിനരികിലേക്ക് എന്തോ ഉൾപ്രേരണയാൽ എന്ന വണ്ണം എത്തപ്പെട്ടു. സൂര്യനെ അദ്ദേഹം പുണർന്നു. ചന്ദന സൗരഭ്യം വഴിഞ്ഞൊഴുകുന്ന അദ്ദേഹത്തിന്റെ മാറിൽ തള്ളക്കോഴിയുടെ ചിറകിനടിയിലെ കോഴിക്കുഞ്ഞിനെ പോലെ സുരക്ഷിതനായി സൂര്യൻ നിന്നു. സൂര്യ, നീ വന്നുവെന്നറിഞ്ഞ് വൈഷ്ണവലോകത്ത് നിന്നാണ് ഞാൻ ആഗതനായത്. മകനെ, സാഗരവും തിരയും പോലാണ് ജീവിതം. അതിഭയങ്കര തിരമാലകളെ തീരങ്ങൾക്ക് ഭയമില്ല എന്നതുപോലെ ദുഷ്ടശക്തികൾ ലോകാരംഭം മുതൽ ഉണ്ടാകണം. ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കുവാൻ പുതിയ അവതാരങ്ങൾ ഭൂമിയിൽ പിറവിയെടുക്കണം. സംസാര ലോകത്തിൽ ജനുമൃതികൾ നടന്നുകൊണ്ടേയിരിക്കണം. തുടർച്ചയായ ഈ പൈശാചിക ശക്തികളുടെ ആഗമനത്താൽ സത്യത്തിന് മാത്രമേ വിജയം വരിക്കുവാൻ കഴിയൂ. ലോകസൗഖ്യത്തിനായി ഈ തപോഭൂമിയിൽ എപ്പോഴും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നു. ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട കടമ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിറവേറുന്നു. അതിനാലാണ് നീ ഇവിടെ എത്തപ്പെട്ടത്. ഞാനീ പറഞ്ഞതെല്ലാം നിന്റെ കുടുംബ നിലവറയിലെ താളിയോലകളിൽ കാലങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണ്. അദ്ദേഹം വാത്സല്യത്തോടെ അവന്റെ മൂർധാവിൽ തലോടി നിന്നു. പിന്നീട് അദ്ദേഹം വായുവിലൂടെ കരങ്ങൾ ചലിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വലതു കരതലത്തിൽ മരതകക്കല്ല് പിടിപ്പിച്ച ഒരു മോതിരം പ്രത്യക്ഷമായി. ആ മോതിരം സൂര്യനു നേരെ അദ്ദേഹം നീട്ടി. ആ മോതിരം ഭക്തിയോടെ സൂര്യൻ അണിഞ്ഞു. അണലിക്കാട്ടില്ലത്തെ ഓരോ തലമുറയിലെയും മാന്ത്രികർ ഇനിയുള്ള കാലം അണിയുവാൻ തപോഭൂമിയിലെ മഹാഗുരുക്കന്മാരുടെ ഒരു സമ്മാനമാണ്. ആപത്തിൽ രക്ഷിക്കും. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സൂര്യന്റെ മൂർധാവിലേക്ക് അദ്ദേഹം 2 കരങ്ങളും വെച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനിർവചനീയമായ ഒരു തരംഗം അവന്റെ ശിരസിലൂടെ ഒഴുകി. പെട്ടെന്ന് സൂര്യൻ ഞെട്ടി ഉണർന്നു. 4 പാടും അദ്ദേഹം നോക്കി. ആവണിപ്പലകയിൽ ആ വൃദ്ധതാപസൻ
ഗാഠമായ ധ്യാനത്തിൽ ഒരു കറുത്ത കരിങ്കൽ ശില പോലെ യോഗാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ആ താപസന്റെ കാലടികളിൽ വന്ദിച്ചാണ് താൻ കിടക്കുന്നത്. തറയിൽ നിന്നും സൂര്യൻ എഴുന്നേറ്റ മാത്ര നേരം ആ വൃദ്ധ സന്യാസി അപ്രത്യക്ഷമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒഴുകിയ ഭസ്മ കർപ്പൂര ഗന്ധം അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ട്. സൂര്യൻ ചാടി എഴുന്നേറ്റു. ആ ഹിമശൈല സൈകത ഭൂമിയിൽ കണ്ട കാഴ്ചകളിലൂടെ വിഭ്രാന്തമായ മനസ്സ് പാഞ്ഞു. എല്ലാം ഒരു സ്വപ്നം പോലെ. തപോഭൂമിയിൽ താൻ കണ്ട കാഴ്ചകൾ ശരിയായിരിക്കുമോ? മോതിരവിരൽ കണ്ട് അവൻ ഞെട്ടിപ്പോയി. ആ മഹായോഗി തന്ന മരതക മോതിരം തന്റെ മോതിരവിരലിൽ കിടന്ന് തിളങ്ങുന്നു. അപ്പോൾ കണ്ടതെല്ലാം സത്യം. ഹിമാലയ സാനുക്കളിലൂടെ സൂക്ഷ്മ ശരീരനായി വൃദ്ധ താപസനുമായി പറന്നു നടന്ന കഥകൾ ഓരോന്നായി അദ്ദേഹം ഓർത്തെടുത്തു. തന്റെ ഓരോ അണുവിലൂടെയും ദേവഭൂമിയിൽ നിന്നു പകർന്നു കിട്ടിയ ഊർജത്താൽ പൊട്ടിത്തരിക്കുന്നു. തന്റെ ആത്മീയ ചിന്തകൾക്കും ഒരുപാട് അപ്പുറത്തുള്ള വിസ്മയകരമായ ലോകം. അങ്ങകലെ ഹിമഭൂമിയിൽ തണുത്തുറഞ്ഞ മഞ്ഞിൻ സാമ്രാജ്യത്തിൽ സർവ്വതും ത്യജിച്ച് മാനവരാശിയുടെ നന്മയ്ക്കായി പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഹിമാലയൻ ഗുരുക്കന്മാരോട് അടങ്ങാനാവാത്ത ബഹുമാനം സൂര്യൻ തിരുമേനിക്ക് തോന്നി. പെട്ടെന്നാണ് അവൻ ഗുരുജി പറഞ്ഞ കാര്യം ഓർത്തത്. കുടുംബ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന താളിയോല ഗ്രന്ഥത്തെക്കുറിച്ച് ഗുരുജി പറഞ്ഞത് അവൻ ഓർത്തു. ആ താളിയോല ഒന്ന് കാണുവാൻ മനസ്സു വെമ്പുന്നു. ഇരുട്ടു കുമിഞ്ഞുകൂടിയ നിലവറയിലേക്ക് പോകുവാനായി തേവാരപ്പുരയിലേക്ക് കൊണ്ടുപോകാറുള്ള കുത്തുവിളക്ക് അദ്ദേഹം കയ്യിലെടുത്തു. അതിൽ എണ്ണയൊഴിച്ച് തിരി തെളിച്ചു. പവിത്രമായ നിലവറയിൽ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നിഷിദ്ധമായിരുന്നു. നിലവറയുടെ താഴേക്കുള്ള പൊടിപടലങ്ങൾ നിറഞ്ഞ പടവുകളിലൂടെ കുത്തുവിളക്കിന്റെ നാളത്തിൽ അദ്ദേഹം മെല്ലെ ഇറങ്ങി. തറവാട്ടുമാന്ത്രികർ മാത്രമേ ആ പടവുകളിലൂടെ ഇറങ്ങാറുള്ളൂ. പുതിയ തലമുറയിലുള്ള മാന്ത്രികന് മന്ത്രദീക്ഷ നൽകുന്നത് ഈ നിലവറയിൽ വച്ചാകും. തന്റെ അമ്മാവന്റെ കയ്യിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചതിനു ശേഷം താൻ ഇതുവരെ ഈ നിലവറയിൽ ഇറങ്ങിയിട്ടില്ല. സൂര്യൻ ഓരോ പാദങ്ങളും സൂക്ഷ്മമായാണ് മുന്നോട്ട് വെച്ചത്. മാറാലകൾ കൂടുകെട്ടിയിരിക്കുന്നു. ഇടയ്ക്ക് ഇവിടം ഒന്ന് വൃത്തിയാക്കേണ്ടതായിരുന്നു. മാറാലകൾ കൈകൊണ്ട് അദ്ദേഹം വകഞ്ഞുമാറ്റി മുന്നോട്ട് നടന്നു. ഒടുവിൽ തടിയിൽ തീർത്ത ഒരു ചെറിയ അറയുടെ മുന്നിലായി സൂര്യൻ എത്തി. ആ അറയുടെ വാതിൽ പൂട്ടപ്പെട്ടിരുന്നില്ല. സൂര്യൻ ആ വാതിൽ വലതുകരം കൊണ്ട് തള്ളി തുറന്നു. വിജാഗിരിയുടെ ഞരക്കത്തോടെ ആ വാതിൽ തുറന്നു. ഇടം കൈയിലിരുന്ന കുത്തുവിളക്കിൽ നിന്നും ഉതിർന്ന സ്വർണവർണ്ണ ജ്വാലയിൽ തുറന്ന അറവാതിലിനുള്ളിലെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിത്തരിച്ചു നിന്നു. കുത്തുവിളക്കിന്റെ പ്രഭാനാളത്തിൽ തിളങ്ങുന്ന ഒരു സ്വർണനാഗത്തെയാണ് സൂര്യൻ തിരുമേനി ആ അറയ്ക്കുള്ളിൽ കണ്ടത്. തിളങ്ങുന്ന വൈഡൂര്യമണികൾ പോലെ അതിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. ആ നാഗത്തിന്റെ രൂപം കട്ടി സ്വർണത്താൽ നിർമ്മിച്ചതുപോലെ. നിശ്ചലമായി ഭണം വിരിച്ചു നിൽക്കുന്ന ആ നാഗം സൂര്യൻ തിരുമേനിയെ ഒരു ആജ്ഞാനുവർത്തിയെപ്പോലെ നോക്കി നിന്നു. ആ നാഗത്തിന്റെ സ്വർണവർണ്ണത്താലുള്ള ഉടൽ പിത്തളയിൽ കൊത്തുപടികൾ തീർത്ത കറുത്ത പെട്ടിയിൽ ഭദ്രമായി ചുറ്റിയിട്ടുണ്ട്. വളരെ ശാന്തതയോടെയാണ് ആ സർപ്പത്തെ കാണപ്പെട്ടത്. ആ മാടപ്പെട്ടിയിൽ ഉടൽ ചുറ്റി സ്വർണപ്രതിമ പോലെ തന്നെ നോക്കി നിൽക്കുന്ന മണിനാഗത്തെ സൂര്യൻ കനിവോടെ നോക്കി നിന്നു. നാഗത്തന്മാരെ പ്രീണിപ്പിക്കുന്ന ഉത്തമമായ നാഗരാജ ഗായത്രി മന്ത്രം സൂര്യന്റെ ചുണ്ടുകളിൽ നിന്നും ഉതിർന്നു. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. വളരെ ഭക്തി നിർഭരമായാണ് അയാൾ നാഗരാജ ഗായത്രി മന്ത്രം ഉരുവിട്ടത്. അപ്പോൾ മാടപ്പെട്ടിയിൽ ചുറ്റിയിരുന്ന സ്വർണവർണ്ണ ഉടലിന്റെ ചുറ്റ് ആ നാഗം മെല്ലെ അഴിച്ചു. ആ നാഗം സാവധാനം മുന്നോട്ടിഴഞ്ഞു. സൂര്യന്റെ കാൽപാദങ്ങൾക്കു മുകളിലൂടെ ഇഴഞ്ഞ് അറയുടെ മൂലയിലായി അനുസരണയോടെ ഉടൽ ചുരുട്ടി പത്തി താഴ്ത്തിക്കിടന്നു. സൂര്യ, ഒരു വിളി അവന്റെ ചെവിയിൽ മുഴങ്ങി. സൂര്യൻ ശ്രദ്ധയോടെ ചെവിയോർത്ത് നിന്നു.
അമ്മാവന്റെ മധുരമന്ത്രണനാദമാണ് കേട്ടത്. ആ ശബ്ദം കർണപുടങ്ങളിൽ വീണ്ടും ഉയർന്നു. തറവാട്ട് നിലവറയിലെ താളിയോലകൾക്ക് കാവൽക്കാരനായ നാഗത്തെയാണ് നീ ഇപ്പോൾ കണ്ടത്. നിലവിലുള്ള തറവാട്ടു മാന്ത്രികൻ മാത്രമാണ് ഈ താളിയോലകളുടെ അവകാശി. ആ താളിയോലയിൽ എഴുതിയ ദേവഭാഷാ ലിഖിതങ്ങൾ ഓരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സംഭവിക്കാനുള്ളതും എഴുതപ്പെട്ടിരിക്കുന്നു. ഭാവി കാര്യങ്ങൾ അറിയുക എന്നത് തറവാട്ടു മാന്ത്രികർക്ക് നിഷിദ്ധമാണ്. അത് ആപത്താണ്. സൂര്യൻ ആ വാക്കുകൾ കേട്ട് മൂകനായി നിന്നു. നിർണായക ഘട്ടങ്ങളിൽ അമ്മാവന്റെ സാമീപ്യം തനിക്ക് എപ്പോഴും തുണയാകാറുണ്ട്. അദ്ദേഹം തന്റെ അമ്മാവൻ മാത്രമല്ല, മാന്ത്രിക ഗുരുവും കൂടിയാണ്. സൂര്യൻ ആ മാടപ്പെട്ടിയുടെ അരികിലേക്ക് നടന്നു. കുത്തുവിളക്കിന്റെ നാളത്തിൽ ആ പെട്ടിയുടെ പിത്തള മൂടി മെല്ലെ തുറന്നു. ഒരു ചുവന്ന പട്ടിനാൽ രണ്ടായി പകുത്തിരുന്ന താളിയോലക്കെട്ട് ആ പെട്ടിയിൽ നിന്നും സൂര്യൻ വെളിയിലെടുത്തു. നെടുകെ രണ്ടായി തുറന്നിരുന്ന ഭാഗം ശ്രദ്ധയോടെ അവൻ നോക്കി. താളിയോലയിൽ മുഴുവനും ദേവഭാഷയിലുള്ള ലിഖിതങ്ങളായിരുന്നു. തുറന്നിരുന്ന ഭാഗമാണ് അവൻ വായിക്കുവാൻ തുടങ്ങിയത്. അവന്റെ നെഞ്ചിടിപ്പ് ശക്തമായി. വരികളിലൂടെ കണ്ണുകൾ ഓടിത്തുടങ്ങി. അതിൽ കണ്ട എഴുത്തിൽ അവൻ തരിച്ചു നിന്നു. താൻ നിലവറയിലേക്ക് ഇറങ്ങും വേളയിൽ ചിന്തിച്ച കാര്യങ്ങളും നാഗത്തെ കണ്ടതും നാഗരാജ ഗായത്രി മന്ത്രം ജപിച്ചതും അമ്മാവന്റെ സാന്നിധ്യവും എല്ലാം തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ പുരാതന താളിയോലയിൽ കുറിച്ചിരിക്കുന്നു. ഒന്നും വിശ്വസിക്കാനാകാതെ ത്രസിക്കുന്ന ഹൃദയത്തോടെ താളിയോലക്കെട്ട് കരതലത്തിലേന്തി സൂര്യൻ തിരുമേനി നിന്നു. അപ്പോൾ അമ്മാവന്റെ ശബ്ദം വീണ്ടും ചെവിയിൽ മുഴങ്ങി. സൂര്യ, പലതും നിനക്ക് വിശ്വസിക്കുവാനാകുന്നില്ല അല്ലേ? ഹിമഭൂമിയിലെ യാത്രയിൽ നീ കണ്ടതൊക്കെ സത്യമാണ്. കണ്ടതും കേട്ടതുമെല്ലാം ശരി തന്നെ. മഹാകാലയന്ത്രമെന്ന ഭൂമിയുടെ ഗ്രന്ഥം ഹിമഭൂമിയിൽ എത്തിക്കുക എന്നത് നിന്നിലും നിക്ഷിപ്തമാണ്. മനുഷ്യരക്തത്തിന്റെ സ്വാദറിഞ്ഞ ഭൈരവനെ ഇനിയും തളയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ... പെട്ടെന്ന് ആ വാക്കുകൾ മുറിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്തോ ഒരു അപകട സൂചന ഒളിഞ്ഞിരിക്കുന്നതായി സൂര്യന് തോന്നി. ആ താളിയോലയിലെ പുറകോട്ടുള്ള അധ്യായത്തിലൂടെ സൂര്യന്റെ കണ്ണുകൾ പാഞ്ഞു. അണലിക്കാട്ടില്ലത്ത് 100 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പിറന്ന സർപ്പസന്തതിയെന്ന് വിളിപ്പേരുള്ള ഭൈരവനെക്കുറിച്ച് അറിയുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. തന്റെ രക്തബന്ധത്തിൽപ്പെട്ട മഹാമന്ത്രങ്ങൾ പഠിച്ച ഭൈരവന്റെ കഥകൾ സൂര്യൻ ആവേശത്തോടെയാണ് വായിച്ചത്. ഒടുവിൽ സൂര്യൻ ആ താളിയോലക്കെട്ട് ആ മാടപ്പെട്ടിക്കുള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഭദ്രമായി വെച്ചു. ആ മാടപ്പെട്ടി സൂക്ഷ്മമായി അടച്ചു. അപ്പോൾ അറയുടെ മൂലയിൽ ചുരുണ്ടുകിടന്ന സ്വർണവർണ്ണത്താലുള്ള ആ കാവൽ നാഗം ഫണം വിടർത്തി. മെല്ലെ ആ നാഗം ഇഴഞ്ഞ് പെട്ടിയുടെ അടുത്തേക്ക് വന്നു. സ്വർണവർണ്ണത്തിലുള്ള ആ നാഗത്തിന്റെ ഉടൽ ആ മാടപ്പെട്ടിയിൽ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് ഒരു സ്വർണ പ്രതിമ പോലെ സൂര്യനെ നോക്കി ഭണം വിരിച്ചു നിന്നു. സൂര്യൻ നിലവറയുടെ വാതിലടച്ച് കുത്തുവിളക്കിന്റെ നാളത്തിൽ വെളിയിലേക്കുള്ള പടവുകളിലേക്ക് കയറി. ഹെഡ്ലാമ്പിന്റെ ശക്തമായ പ്രകാശത്തിലൂടെ ആ റബ്ബർ തോട്ടത്തിലെ കട്ട പിടിച്ച ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ബൊലാറോ മുന്നോട്ട് കുതിച്ചു. ആ നായയുടെ പ്രഹരത്താൽ തകർന്ന മുൻഗ്ലാസിലൂടെ കാഴ്ചയ്ക്ക് അല്പം ഭംഗം നേരിട്ടിരുന്നു. ആ നായയുടെ പിടിയിൽ നിന്നും തന്നെ രക്ഷിച്ച ആ കറുത്ത മനുഷ്യനെ കാറിന്റെ മങ്ങിയ വെളിച്ചത്തിൽ സിജോ നോക്കി. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. നീണ്ട താടിയിലൂടെ അദ്ദേഹം തടവുന്നുണ്ട്. അദ്ദേഹം തന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എന്തു പറഞ്ഞ് സംസാരം തുടങ്ങണമെന്നറിയാതെ സിജോ കുഴഞ്ഞു. ഒടുവിൽ മടിയോടെ അദ്ദേഹത്തോട് അവൻ ചോദിച്ചു, അങ്ങ് ആരാണ്? കണ്ടിട്ട് ഒരു മനുഷ്യനാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ പോലീസുകാരാ? ഇത് പറഞ്ഞ് അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവായുവിലൂടെ കർപ്പൂരഗന്ധം കാറിനുള്ളിൽ പടർന്നു. സിജോ ഇളിഭ്യനായതുപോലെ ഇരുന്നു. അദ്ദേഹം ഒരു വിചിത്രമായ സ്വഭാവത്തിനുടമയാണെന്ന് അവന് തോന്നി. അസാധാരണമായ ഒരു ശക്തിവിശേഷം അദ്ദേഹത്തിലുണ്ടെന്ന് സിജോയ്ക്ക് തോന്നി. ആ ഭീകരനായ നായ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയന്നോടിയത് താൻ നേരിൽ കണ്ടതല്ലേ?
ചിലന്തി വല പോലുള്ള മുൻഗ്ലാസിലൂടെ നോക്കി ശ്രദ്ധയോടെയാണ് സിജോ ഡ്രൈവ് ചെയ്തത്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തീക്ഷ്ണ നയനങ്ങൾ സിജോയെ ലക്ഷ്യമായി നോക്കി. മനുവും ജോമോനും പറഞ്ഞ് നീ ആ നായയെക്കുറിച്ചും എന്നെക്കുറിച്ചുമെല്ലാം അറിഞ്ഞില്ലേ? ആ കഥയിലെ ഒരു കണ്ണിയാണ് ഞാനും. നിങ്ങളെയൊക്കെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു നിഴല് പോലെ ഞാൻ കൂടെയുണ്ടാകും. ഇപ്പോൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി, അദ്ദേഹം പറഞ്ഞു നിർത്തി. കയ്യിലെ ഭാണ്ഡത്തിൽ അദ്ദേഹം എന്തോ പരതി. ഒടുവിൽ കയ്യിൽ കിട്ടിയ സാധനം സിജോയുടെ നേരെ നീട്ടി. വണ്ടിയുടെ ഉള്ളിലെ ഇരുട്ടിൽ അതെന്തെന്ന് അവന് കാണുവാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ഒരു രുദ്രാക്ഷക്കായ ഒരിക്കൽ ജോമോന് കൊടുത്തിരുന്നു. ഇത് നിനക്കിരിക്കട്ടെ, നഷ്ടപ്പെടുത്തരുത്, ആപത്തിൽ രക്ഷിക്കും, എപ്പോഴും കഴുത്തിൽ അണിയണം. സിജോ ഭക്തിയോടെ ആ രുദ്രാക്ഷം കയ്യിൽ വാങ്ങി പോക്കറ്റിന്റെ അറയിൽ ഭദ്രമായി വെച്ചു. പെട്ടെന്ന് ഓടുന്ന വണ്ടിയിൽ നിന്നും ഡോർ തുറന്ന് അദ്ദേഹം വെളിയിലേക്ക് കുതിച്ചു ചാടി. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അവൻ പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി. ഭയങ്കര ശബ്ദത്തോടെ ടയർ കരിഞ്ഞ മണത്തോടെ പിടിച്ചു നിർത്തിയതുപോലെ റോഡിന് നടുവിലായി ബൊലേറോ നിന്നു. സിജോ ചാടി വെളിയിലിറങ്ങി. അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുന്നു. സിജോ വീണ്ടും ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വണ്ടി പായിച്ചു. ഹോസ്പിറ്റലിന്റെ പുതിയ ബ്ലോക്ക് പണിയുന്ന ഭാഗത്തായാണ് വണ്ടി നിർത്തിയത്. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ പലയിടത്തായി കൂന കൂട്ടിയിട്ടുണ്ട്. JCBയും ലോറികളും മിക്സർ മെഷീനുകളുമെല്ലാം അവിടവിടായുണ്ട്. കുറച്ചിടത്ത് ഒരു കുന്നിടിച്ച് മണ്ണ് നിരപ്പിലെടുത്തിട്ടുണ്ട്. ആകപ്പാടെ അവിടം വിജനമായിരുന്നു. സെക്യൂരിറ്റികൾ ഇടയ്ക്ക് അവിടെ റോന്തു ചുറ്റാൻ വരുമായിരിക്കാം. ഒരു സുരക്ഷിതമെന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവൻ കാറിൽ നിന്നും ഇറങ്ങി. മുന്നോട്ട് നടക്കുവാൻ അവൻ ചുവടുകൾ വെച്ചു. അപ്പോൾ അവിടെ അവൻ കണ്ട കാഴ്ച രക്തമുറയുന്നതായിരുന്നു. ഭീകരനായ ആ നായ രൂക്ഷമായി തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നേർത്ത നിലാവെളിച്ചത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇരുളിന്റെ ഓരോ മറവുകളിൽ നിന്നും തന്റെ നേരെ മുറുമ്പലോടെ വരുന്ന നൂറുകണക്കിന് നായകൾ. അവ തനിക്കു ചുറ്റും ഒരു വലയം തീർക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വിറയാർന്നു നിന്നു. ഭയചകിതനായ സബ് ഇൻസ്പെക്ടർ സിജോ രവീന്ദ്രൻ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്നു. നായക്കൂട്ടങ്ങളുടെ മുറുമ്മൽ ശബ്ദം തന്റെ അരികിലേക്കായി വരുന്നതായി അവൻ അറിഞ്ഞു. പിൻഭാഗത്തായുള്ള നായകളുടെ ശബ്ദം ഭീകരമായിരുന്നു. തിരിഞ്ഞു നോക്കുവാൻ അവൻ ഭയന്നു. ഏതു ഭാഗത്തുകൂടിയും ആ നായക്കൂട്ടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ആ പോലീസ് ഓഫീസർ നിന്നു. ശരീരം തളർന്നു പോകുന്നതുപോലെ. തറയിൽ വീണുപോകുമോ എന്നവൻ ഭയന്നു. റിവോൾവർ കയ്യിലുണ്ട്. അതിലെ ബുള്ളറ്റ് വളരെ പരിമിതങ്ങളാണ്. നായകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഭൈരവൻ എന്ന മന്ത്രവാദിയുടെ ആത്മാവിനെ പേറുന്ന ആ ഭീകരൻ നായ ഒരു പരിഹാസരൂപേണയാണ് തന്നെ തുറിച്ചു നോക്കുന്നത്. ഉമിനീർ ഒഴുകുന്ന വൃത്തികെട്ട വായയിലൂടെ എന്തൊക്കെയോ അധിക്ഷേപ വചനങ്ങൾ ശക്തമായ മുറുമ്മലിന്റെ ഭാഷയിലൂടെ ആ നായ പ്രകടിപ്പിക്കുന്നുണ്ട്. മനുഷ്യരക്തത്തിന്റെ സ്വാദ് മനസ്സിലാക്കിയ ആ ജന്തു തന്റെ കഴുത്തിലെ രക്തധമനികളിൽ നീണ്ട കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ച് രക്തം പാനം ചെയ്യുന്നത് മനക്കണ്ണിലോർത്തപ്പോൾ അവൻ നടുങ്ങിപ്പോയി. തനിച്ചുള്ള ഒരു കേസന്വേഷണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ദൈവമേ, ആ വൃദ്ധ സന്യാസി തന്നെ രക്ഷിക്കാൻ വന്നിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചുപോയി. ദൂരെയായി അദ്ദേഹത്തെ തേടി അവന്റെ കണ്ണുകൾ പരതി. അപ്പോൾ ആ കാഴ്ച കണ്ടവൻ നടുങ്ങി. നായകളുടെ അംഗബലം വർദ്ധിച്ച് അവ ആ പരിസരമാകെ നിറയുന്നു. നഗരത്തിലെ മുഴുവൻ തെരുവുനായകളും എന്തോ ആജ്ഞ കിട്ടിയതുപോലെ അവിടേക്ക് ഒഴുകിയെത്തുന്നു. അവയിൽ പലതും ശക്തമായ കിതപ്പോടെയാണ് ഓടിയെത്തുന്നത്. എലിയെ തട്ടിക്കളിക്കുന്ന പൂച്ചയെപ്പോലാണ് ആ ഭീകരൻ നായ തന്നെ നോക്കിക്കാണുന്നത്. അത്രത്തോളം തന്റെ മനോവീര്യം തകർക്കുവാൻ ആ നായ ശ്രമിക്കുന്നുണ്ട്. തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നതാണ് അവന്റെ ലക്ഷ്യം. ആ ഭീകരൻ നായയുടെ ക്രൂര നയനങ്ങൾ തിളങ്ങുന്നത് നേർത്ത നിലാവിലൂടെ അവൻ വ്യക്തമായി കണ്ടു. പെട്ടെന്നാണ് അവൻ ഓർത്തത് ആ സന്യാസി തന്നെ ഏൽപ്പിച്ച ഏകമുഖി രുദ്രാക്ഷത്തെക്കുറിച്ച്. അമാനുഷിക ശക്തി സന്നിവേശിപ്പിച്ച ആ രുദ്രാക്ഷക്കായയെ ലക്ഷ്യമാക്കി പാൻസിന്റെ പോക്കറ്റിലേക്ക് വിരലുകൾ തിരുകി ആ രുദ്രാക്ഷക്കായ തിരഞ്ഞു.
ഒടുവിൽ ആ രുദ്രാക്ഷക്കായ വിരലുകളിൽ തടഞ്ഞു. ഒരു പരീക്ഷണം പോലാണ് അവൻ ആ കായ കരങ്ങളിലെടുത്തത്. കരതലത്തിലെടുത്ത ആ രുദ്രാക്ഷക്കായയിൽ അവൻ നോക്കി. ആശ്ചര്യത്താൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ആ രുദ്രാക്ഷക്കായ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പു തുണ്ടുപോലെ തനിയെ പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. ആ പ്രകാശം അതിതീവ്രമാകുന്നു. ഒടുവിൽ ചുട്ടുപഴുത്ത ഒരു പ്രകാശഗോളമായി ആ രുദ്രാക്ഷക്കായ പരിവർത്തനം ചെയ്യപ്പെടുന്നത് അവൻ നിർനിമേഷനായി നോക്കി നിന്നു. പരിവർത്തനപ്പെട്ട തീവ്രതയേറിയ ആ പ്രകാശഗോളം തനിയെ വായുവിലൂടെ ഉയർന്ന് അവൻ്റെ ശിരസിനു മുകളിലായി നിലകൊണ്ടു. ആ പ്രകാശഗോളത്തിൽ നിന്ന് 100 കണക്കിന് ചെറുപ്രകാശഗോളങ്ങൾ അഗ്നി വർഷിച്ചുകൊണ്ട് പിറവിയെടുത്തു. അവ ശക്തമായ ഇരമ്പലോടെ ചിതറിത്തെറിച്ചു. ആ നായക്കൂട്ടങ്ങളെ ലക്ഷ്യമാക്കി അഗ്നിഗോളങ്ങളായി അവ വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. നായക്കൂട്ടങ്ങൾ ചിതറിത്തെറിച്ചു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ ആ നായക്കൂട്ടങ്ങൾ മോങ്ങലോടെ കട്ട പിടിച്ച ഇരുളിൻ്റെ മറവിലേക്ക് ഭീതിയോടെ ഊളിയിട്ടു. അവസാനം ആ ഭീകരൻ നായ മാത്രമായി. ശക്തമായ പ്രകാശവർഷം ചൊരിയുന്ന ആ അഗ്നിഗോളത്തെ ഭീതിയോടെ നോക്കി ആ ജന്തു നിന്നു. ആ നായയുടെ കണ്ണുകളിൽ ഭീതിയുടെ കനലുകൾ എരിഞ്ഞു. അഗ്നി പ്രസരിക്കുന്ന ആ ഗോളം തന്നിലേക്ക് പതിക്കുമെന്ന ഭയം ആ ജന്തുവിൻ്റെ ക്രൂരമായ കണ്ണുകളിൽ തെളിഞ്ഞു. ആ ജന്തുവിൻ്റെ പാദങ്ങൾ പിന്നോട്ടാഞ്ഞു. പെട്ടെന്ന് ആ നായ ഇരുളിലേക്ക് കൂപ്പുകുത്തി. നുടിയുടെ നേരം കൊണ്ട് ആ പോലീസ് ഓഫീസർ റിവോൾവർ കയ്യിലെടുത്ത് ആ ജന്തുവിനെ ലക്ഷ്യമാക്കി കാഞ്ചി വലിച്ചു. ഭയങ്കരമായ ആ വെടിയൊച്ച അവിടമാകെ പ്രതിധ്വനിച്ചു. മനുവിൻ്റെ സ്വിഫ്റ്റ് ഡിസയർ കാർ കോട്ടയം പട്ടണം കഴിഞ്ഞ് കോടിമതയിലൂടെ കുതിച്ചു. മുൻസീറ്റിൽ സൂര്യൻ തിരുമേനി നിരത്തിലേക്ക് നോക്കി ചിന്താധീനനായാണ് ഇരുന്നത്. പിൻസീറ്റിൽ ജോമോനും കാർത്തികേയനുമുണ്ട്. ഇന്നലെയാണ് കാർത്തികേയൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. കാർത്തികേയൻ ക്ഷീണിതനാണ്. കഴുത്തിലെയും വയറിലെയും ബാൻഡേജ് മുഴുവനായും അഴിച്ചിട്ടില്ല. അവൻ്റെ മനോനില ഇപ്പോഴും സാധാരണ പോലായിട്ടില്ല. ആ നായയുടെ ആക്രമണം അത്രയേറെ അവനെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. ആരുമാരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കാർ മണിപ്പുഴയിലെ സിഗ്നലിലായി നിന്നു. ഇനിയും ആത്രേയ എന്ന റിസോർട്ടിലേക്ക് 4 കിലോമീറ്റർ കൂടിയുണ്ട്. പള്ളം എന്ന സ്ഥലത്ത് കൊടൂരാറിൻ്റെ തീരത്തുള്ള ആ റിസോർട്ടിൽ ചികിത്സാർത്ഥം എത്തിയ ഫാദർ ജോൺ കുന്നത്തുകുഴി രാവിലെ വിളിച്ച് അറിയിച്ചതിനാലാണ് അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. എല്ലാ വർഷവും അദ്ദേഹം മുടങ്ങാതെ അവിടെ ചികിത്സയ്ക്കായി എത്താറുള്ളതാണ്. MC റോഡിൽ പള്ളം ജംഗ്ഷനിൽ നിന്നും കാർ വലത്തേക്ക് തിരിഞ്ഞു. നെൽപ്പാടത്തിന് സമാന്തരമായ ചെമ്മൺ പാത. ആ പാതയുടെ ഇരുവശത്തായുള്ള പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന കാറ്റിൽ വയലിലെ ചെളിയുടെയും നെൽച്ചെടികളുടെയും ഗൃഹാതുരത്വം നിറഞ്ഞ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ പുരാതനമായ ഒരു മരഗേറ്റിനു മുന്നിൽ കാർ നിന്നു. ആത്രേയ എന്ന് ആ മരഗേറ്റിൽ മലയാള ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് ഓടി വന്ന് ആ ഗേറ്റ് മലർക്കെ തുറന്നു. വിശാലമായ അങ്കണത്തിലേക്ക് കാർ കടന്നു ചെന്നു. ഗേറ്റിനരികിലായി തന്നെ ഒരു കടത്തനാടൻ കളരി ഭംഗിയായി സജ്ജീകരിച്ചിരിക്കുന്നു. ആയുർവേദ ഹോസ്പിറ്റലിന് മുഖവാതിലിന് മുന്നിലുള്ള പോർച്ചിൽ മനു കാർ നിർത്തിയിട്ടു. കളരിയോട് ചേർന്ന് അല്പം വടക്കുമാറി തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ആഞ്ജനേയ പ്രതിമയെ സൂര്യൻ തിരുമേനി കൗതുകപൂർവ്വം നോക്കി നിന്നു. ജീവൻ തുടിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ സുന്ദരമായ ആഞ്ജനേയ രൂപം. അറിയാതെ സൂര്യൻ്റെ കരങ്ങൾ വായുപുത്രൻ്റെ മുന്നിൽ കൂമ്പിപ്പോയി. അല്പനേരം ഭക്തിയോടെ സൂര്യൻ നിന്നു. ആ അങ്കണം നിറയെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളാൽ നിബിഡമായിരുന്നു. ഓരോ അപൂർവ ഔഷധ സസ്യങ്ങളിലും അവയുടെ പേര് ആലേഖനം ചെയ്തിരുന്നു. എവിടെ നിന്നോ ഉയരുന്ന പച്ചമരുന്നുകളുടെ ഹൃദ്യമായ സുഗന്ധം അവരിൽ ഓരോരുത്തരുടെ ഹൃദയത്തിലും നവ്യാനുഭൂതി പടർത്തി. റിസപ്ഷന് മുന്നിലുള്ള ചൂരൽ കസേരയിൽ സാധാരണ പാൻറ്റും ഷർട്ടുമിട്ട് പേപ്പർ വായിക്കുന്ന ഫാദറിനെ മനു തിരിച്ചറിഞ്ഞു. കാർത്തികേയനെ കാറിലിരുത്തി അവർ മൂവരും ഫാദറിനരികിലേക്ക് നടന്നു. കാർത്തികേയൻ ബദ്ധപ്പെട്ട് കാറിൽ നിന്ന് മെല്ലെ വെളിയിലിറങ്ങി. കൊടൂരാറ്റിൻ്റെ കാഴ്ചകൾ കണ്ട് കാറിൽ ചാരി അവൻ നിന്നു.
കൊടൂരാറിൻ്റെ മറുകരയിലേക്ക് അറിയാതെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു. അപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ നടുങ്ങി നിന്നു. ആറിനക്കരെയായി പൊന്തപ്പുല്ലിൻ്റെ കാട്ടിനുള്ളിലായി ആ നായ തങ്ങളെ നോക്കി നിൽക്കുന്നു. ആ നായയുടെ നീണ്ട നാവ് വെളിയിലുണ്ട്. കാർത്തികേയനെ കണ്ട ആ നായ ആറ്റിലേക്ക് കുതിച്ചു ചാടി. ആ ചാട്ടത്തിൽ ആറ്റിലെ ജലത്തിൽ ശക്തമായ ഓളം വെട്ടി. കാർത്തികേയൻ ഉറക്കെ അലറി. പക്ഷേ അവൻ്റെ ശബ്ദം തൊണ്ടയിൽ അലിഞ്ഞുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ തുറിച്ച കണ്ണുകളോടെ നിന്നു. മനുവും ജോമോനും കൂടി കാർത്തികേയനെ താങ്ങിപ്പിടിച്ചാണ് റിസോർട്ടിൻ്റെ കരിങ്കൽ പടവുകൾ കയറ്റിയത്. ആയാസത്തോടെ കാർത്തികേയൻ റിസപ്ഷന് മുന്നിലായുള്ള സോഫാകളിൽ ഒന്നിലിരുന്നു. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഭീതിയോടെ, സംശയം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നന്നായി ഭയന്നിട്ടുണ്ടെന്നുള്ള ഭാവം അവൻ്റെ മുഖകമലത്തിലൂടെ വായിച്ചെടുക്കാമായിരുന്നു. ഫാദറിനെ അവൻ നോക്കി. എന്നിട്ട് ബന്ധപ്പെട്ട് ഒരു ചിരി ചുണ്ടിൽ വരുത്തി. കഴുത്തിലെ ബാൻഡേജിൽ ഫാദറിൻ്റെ നയനങ്ങൾ പതിഞ്ഞു. ഫാദറിൻ്റെ വീതിയേറിയ നെറ്റിയിൽ ചുളിവുകൾ വീണു. സംശയഭാവത്തോടെ മനുവിനെയും കാർത്തികേയനെയും അദ്ദേഹം നോക്കി. എന്നിട്ട് ആകാംക്ഷാഭരിതനായ അദ്ദേഹം കാർത്തികേയനോടായി ചോദിച്ചു, കാർത്തികേയ, നിനക്കെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നീ എന്തിനാണ് ഭയന്ന് കരഞ്ഞത്? കാർത്തികേയൻ്റെ നയനങ്ങൾ ആർദ്രങ്ങളായി. വാക്കുകൾ കിട്ടാതെ കാർത്തികേയൻ അല്പനേരം നിന്നു. നിശബ്ദതയ്ക്ക് വിരാമമിട്ട് കാർത്തികേയൻ പറഞ്ഞു തുടങ്ങി. ഫാദർ, ആ നശിച്ച നായ എന്നെ നിരന്തരമായി വേട്ടയാടുന്നു. എൻ്റെ ജീവൻ എടുക്കുവാൻ എപ്പോഴും എൻ്റെ പുറകെ തന്നെ അവനുണ്ട്. അവൻ എന്നെ ആക്രമിച്ചതാണിതല്ല. അവൻ ധരിച്ചിരുന്ന ഷർട്ട് മുകളിലേക്ക് ഉയർത്തി വയറിലെ ബാൻഡേജ് അദ്ദേഹത്തെ കാട്ടി. അപ്പോഴാണ് കാർത്തികേയനെ നായ ആക്രമിച്ച വിവരം അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം എന്തു പറയുമെന്നറിയാതെ തരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മഞ്ഞുപോലെ വെളുത്ത പുരികക്കുടികൾ വില്ലുപോലെ വളഞ്ഞു. അദ്ദേഹം കാർത്തികേയൻ്റെ വാക്കുകൾക്കു വേണ്ടി കാത്തുനിന്നു. കാർത്തികേയൻ വാക്കുകൾ തുടരാനാകാതെ ശക്തമായി കിതച്ചു. അയാൾ കയ്യിൽ കരുതിയിരുന്ന ഇൻഹേലർ വായിലേക്ക് ശക്തമായി ചീറ്റിച്ചു. ആ ശ്വാസം അല്പനേരം പിടിച്ചുവെച്ചു. ആ നിർവൃതിയിൽ നിശബ്ദനായി അയാൾ നിന്നു. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറയുവാൻ ആരംഭിച്ചു. ആ നശിച്ച നായ ഇപ്പോൾ പുഴയുടെ അക്കരെ പൊന്തപ്പുല്ലുകൾക്കിടയിൽ നിന്നും എന്നെ ക്രൂരമായി നോക്കി നിന്നു. അതു കണ്ട് ഞാൻ കരഞ്ഞപ്പോൾ പുഴയിലേക്ക് അവൻ കുതിച്ചു ചാടി. എന്നെ അവൻ കൊല്ലും ഫാദർ, എന്നെ രക്ഷിക്കണം. കാർത്തികേയൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പി. അദ്ദേഹം സൂര്യൻ തിരുമേനിയെ നോക്കി. തീവ്രമായ ആ നോട്ടം തറഞ്ഞിറങ്ങുന്നതായിരുന്നു. ഇതുവരെയും സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി മനു അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു. ശ്രദ്ധയോടെ ഒരു ശില പോലെ അദ്ദേഹം കേട്ടിരുന്നു. ചിലപ്പോഴൊക്കെ ആ മുഖത്ത് രക്തവർണം ഇരച്ചു കയറുന്നത് കാണാമായിരുന്നു. ആ നായ കാണിച്ച ആക്രമണങ്ങൾ ഓരോന്നായി അദ്ദേഹം നിർവികാരനായി കേട്ടിരുന്നു. അദ്ദേഹം ചിന്താധീനനായിരുന്നു. ചുരൽ കസേരയിൽ നിന്നും മെല്ലെ അദ്ദേഹം എഴുന്നേറ്റു. കിഴക്കുവശത്ത് പുഴയിലേക്ക് അഭിമുഖമായുള്ള കിളിവാതിലിനരികിലേക്ക് അദ്ദേഹം നടന്നു. കൊടൂരാറ്റിലെ ഓളങ്ങളിലേക്ക് ആ നയനങ്ങൾ ഒഴുകി നടന്നു. സൂര്യൻ തിരുമേനി അദ്ദേഹത്തിനെ അനുഗമിച്ചു. കിളിവാതിലിലൂടെ കാഴ്ചകൾ കാണുന്ന അദ്ദേഹത്തിനരികിൽ സൂര്യൻ തിരുമേനി നിന്നു. ഫാദർ എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ ശിരസിളക്കി. എന്നിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞു നിന്നു. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭൈരവൻ ഇപ്പോൾ ശരിക്കും ഒരു രക്തദാഹിയായി മാറിക്കഴിഞ്ഞു. ഇനി അവന് ആരെ കൊല്ലുവാനും മടിയില്ല. പണ്ട് അവന് പരകായത്തിലൂടെ ആത്മാവിനെ സന്നിവേശിപ്പിക്കുവാനുള്ള പരീക്ഷണത്തിന് ആരോഗ്യമുള്ള യുവാക്കളെയായിരുന്നു ആവശ്യം. പക്ഷെ ഇപ്പോൾ അവന് രക്തം പാനം ചെയ്യുവാൻ ആരെയും കൊല്ലുവാൻ മടിയില്ലാതായിരിക്കുന്നു. അദ്ദേഹം അല്പനേരം വാക്കുകൾ നിർത്തി. എന്നിട്ട് അവരെ മാറി മാറി നോക്കി വീണ്ടും വാക്കുകൾ തുടർന്നു. ശത്രുക്കളെ കൊന്നൊടുക്കുക എന്നതാണ് അവൻ്റെ ആദ്യ ലക്ഷ്യം. അതാണ് മൂന്നാറിൽ നിന്നും അവൻ നിങ്ങളെ പിന്തുടർന്നത്. അതാണ് നിരന്തരമായി അവൻ കാർത്തികേയനെ ആക്രമിക്കുന്നതും. ഇപ്പോഴവൻ നായയുടെ ശരീരത്തിലൂടെയാണെങ്കിലും ശരിക്കും മരണത്തെ തോൽപ്പിച്ചിരിക്കുകയാണ്.
ആ നായയുടെ ശരീരത്തിൽ ഭൈരവന്റെ ആത്മാവ് തുടർന്നാലും മന്വന്തരങ്ങളോളം ഈ ശരീരവുമായി ജീവിക്കുവാൻ അവന് കഴിയും. അത് നമ്മൾക്ക് തടഞ്ഞേ പറ്റൂ. അദ്ദേഹം ആരുടെയെങ്കിലും മറുപടിക്കായി നിർത്തി. ഫാദറിൻ്റെ തേജസ്സുറ്റ നയനങ്ങൾ ചുവന്നു തുടുത്തിരുന്നു. സൂര്യനിലേക്ക് ആ നയനങ്ങൾ നോക്കി നിന്നു, ഒരു മറുപടിക്ക് വേണ്ടി. സൂര്യൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഫാദർ, നമ്മൾക്ക് ആ ശക്തിയെ നശിപ്പിക്കുവാൻ എൻ്റെ മുന്നിലുള്ള മാർഗം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സൂര്യൻ്റെ ചോദ്യത്തിന് ഫാദർ ശിരസ് മെല്ലെ ഇളക്കി, സമ്മതഭാവത്തിൽ. സൂര്യൻ തുടർന്നു. ശക്തമായ ഉച്ചാടനത്തിലൂടെ ആദ്യം അതിനെ ബലഹീനനാക്കുക, പിന്നീട് ഭൈരവന്റെ ആത്മാവിനെ മോചിതനാക്കുക. ഉചിതമായ മരണാനന്തര ക്രിയകൾ കൊണ്ട് ആ ആത്മാവിന് മോക്ഷം നൽകുക എന്നതാണ് എൻ്റെ അഭിപ്രായം. സൂര്യൻ അദ്ദേഹത്തോടായി പറഞ്ഞു നിർത്തി. സൂര്യ, നമ്മൾക്ക് അധിക സമയം അതിനായി മാറ്റിവെക്കുവാൻ കഴിയില്ല. അവൻ നിരപരാധികളെ കൊന്നൊടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും അവൻ്റെ ശക്തി 10 മടങ്ങായി മാറും. പിന്നീട് അവനെ തളയ്ക്കുക അസാധ്യമാകും. അവനെ നശിപ്പിക്കുക തന്നെയല്ല നമ്മുടെ ലക്ഷ്യം. ഭൂമിയുടെ ഗ്രന്ഥമായ മഹാകാലയന്ത്രം വീണ്ടെടുക്കുക എന്നതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഫാദർ സൂര്യൻ്റെ വാക്കുകൾക്ക് വേണ്ടി നിന്നു. ഫാദർ, അതിനു പറ്റിയ സമയം ഞാൻ പ്രശ്നത്തിലൂടെ കണ്ടെത്തി അങ്ങയെ അറിയിച്ചുകൊള്ളാം. എത്രയും പെട്ടെന്ന് കർമ്മങ്ങളിലേക്ക് പോകാം. ഭൈരവനെ നമ്മൾ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ആത്മവിശ്വാസത്തോടെ, ഉറച്ച ശബ്ദത്തോടെയാണ് സൂര്യൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഫാദറിൻ്റെ ചുണ്ടിൽ ഒരു ചെറു മന്ദഹാസം വിടർന്നു. 50 ഹോഴ്സ് പവർ മോട്ടറിൻ്റെ ഇരമ്പൽ ശബ്ദത്തിൽ കുടൂരാറിൻ്റെ തീരത്തുള്ള മുത്തൻമാലി പാടശേഖരത്തിൻ്റെ എഞ്ചിൻ തറയെന്ന് അറിയപ്പെടുന്ന ഓലപ്പുരയിലെ കയറ്റുകട്ടിലിൽ കൃഷ്ണൻ കിടന്നു. രാത്രി 12 മണിയോടടുത്ത സമയം. പാതി ഉറക്കത്തിലാണ് കൃഷ്ണൻ. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാണ് കൃഷ്ണേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന കൃഷ്ണൻ. ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അദ്ദേഹം. പൊതുജന സേവനത്തിനായി സ്വന്തം വിവാഹം പോലും മറന്ന ആളാണ് സഖാവ് കൃഷ്ണൻ. വർഷങ്ങളായി കൃഷിയില്ലാതെ തരിച്ചുകിടന്ന മുത്തുമാലി പാടശേഖരങ്ങളിൽ വീണ്ടും കൃഷി തുടങ്ങുവാൻ പ്രചോദനമായത് കൃഷ്ണേട്ടൻ മുഖാന്തരമാണ്. മുത്തൻമാലി പാടശേഖര കമ്മിറ്റിയുടെ പ്രസിഡന്റും കൃഷ്ണേട്ടൻ തന്നെയാണ്. 60 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സേവനം എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. ഏക്കർ കണക്കിനുള്ള പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കുവാനുള്ള ചുമതലയും അദ്ദേഹത്തെയാണ് എല്ലാവരും കൂടി ഏകകണ്ഠമായി ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്ഥിരമായി ഒരു സഹായി ഉള്ളതാണ്. എന്തോ കാരണത്താൽ ഇന്നവന് വരുവാൻ കഴിഞ്ഞില്ല. ഓരോ മണിക്കൂറിലും പാടത്തുനിന്നും മോട്ടറിലൂടെ ശക്തമായി വെള്ളം തള്ളുന്ന ഭാഗത്ത് കെട്ടിയിരിക്കുന്ന വലയിൽ കുടുങ്ങിയ മീനുകളെ എടുക്കേണ്ടതായുണ്ട്. പല ഇനത്തിലുള്ള ധാരാളം മീനുകൾ ലഭിക്കാറുണ്ട്. ചുറ്റുവട്ടത്തുള്ളവർക്ക് കിട്ടുന്ന മീനുകളിലധികവും വെറുതെ തന്നെ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. വലിയ മീനുകൾ കോട്ടയം മാർക്കറ്റിലെത്തിക്കുവാൻ പുലർക്കാലത്ത് തന്നെ വള്ളക്കാർ എത്താറുണ്ട്. ആ മീനുകളെ അവർ തന്നെ കൊണ്ടുപോയിക്കൊള്ളും. വല ഉയർത്തേണ്ട സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നി. കയറ്റുകട്ടിലിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റു. കൊടൂരാറ്റിലേക്ക് സമാന്തരമായി കെട്ടിയിരുന്ന വള്ളത്തിലേക്ക് അദ്ദേഹം കയറി. ആറ്റിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന വള്ളത്തിലേക്ക് മീൻ കുടയുവാനാണ് വള്ളം സമാന്തരമായി ഇട്ടിരുന്നത്. വല അദ്ദേഹം ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഉയർത്തി നോക്കി. മീനും പായലുകളും കൊണ്ട് വല നിറഞ്ഞിട്ടുണ്ട്. ആ വല അദ്ദേഹം ശക്തിയോടെ വള്ളത്തിലേക്ക് വലിച്ചിട്ടു. വലയുടെ അറ്റത്തുള്ള വട്ടക്കെട്ട് അദ്ദേഹം അഴിച്ചു. മീനുകളെ കുടഞ്ഞു. അവ വള്ളപ്പലകയിൽ കിടന്ന് പിടഞ്ഞു. പെട്ടെന്ന് ഒരു ശബ്ദം പുഴയിൽ നിന്നും അദ്ദേഹം കേട്ടു. പുഴയുടെ ഓളത്തിൽ നിന്നാണ് ആ ശബ്ദം. അദ്ദേഹം അവിടേക്ക് നോക്കി നിന്നു. അപ്പോൾ ഇതുവരെയും ഈ പരിസരത്ത് കണ്ടിട്ടില്ലാത്ത ഒരു നായയുടെ തല ജലോപരിതലത്തിലേക്ക് ഉയരുന്നു. അസാധാരണമായ ആ കാഴ്ച രക്തമുറയുന്നതായിരുന്നു. ആ നായയുടെ ഭീകരമുഖം കണ്ട് കൃഷ്ണേട്ടൻ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടിക്കയറി. അപ്പോൾ ആ നായ കരയിലേക്ക് കയറി. അസാമാന്യ പൊക്കമുള്ള ആ നായ ശക്തമായി ദേഹം കുടഞ്ഞു.
അപ്പോൾ നായയുടെ രോമങ്ങളിൽ പറ്റിപ്പിടിച്ച ജലകണികകൾ ചിതറിത്തെറിച്ചു. കൃഷ്ണേട്ടനെ നോക്കി ആ നായ നിന്നു. ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ അലൂമിനിയം ചരുവത്തിൽ നിന്നും വലിയൊരു വരാലിനെ അദ്ദേഹം നായയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ആ നായ ആ മീനിനെ നോക്കിപ്പോലുമില്ല. ആ നായ ശക്തമായി മുരണ്ടു. ചിരിക്കും പോലെ ആ ജന്തു പല്ലുകൾ ഇളിച്ചു. അതിൻ്റെ വാലുകൾ ഇളകിയാടുവാൻ തുടങ്ങി. അപ്പോൾ ആ ജന്തുവിൻ്റെ വന്യമായ കണ്ണുകൾ കനലുകൾ പോലെ ജ്വലിക്കുവാൻ തുടങ്ങി. കൃഷ്ണേട്ടൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി ആ നായ കുതിച്ചു ചാടി. കൃഷ്ണേട്ടൻ ദിഗന്തം തകരുമാറ് പ്രാണവേദനയോടെ അലറി വിളിച്ചു.